എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈബിൾ പ്രവചനത്തെക്കുറിച്ചാണ്. അതായത് ആളുകൾ കഠിനമായ സത്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ അവർക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം വരുമെന്നൊരു മുന്നറിയിപ്പ്. അപ്പോൾ എന്താണിത്? ഇതിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നമ്മൾ ഈ കാണുന്ന വാക്യമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മുഴുവൻ ചർച്ചയുടെയും അടിത്തറ. ഈ പ്രഭാഷണം മൊത്തത്തിൽ പണിതിരിക്കുന്നത് ഈ ഒരു പ്രവചനത്തിനു മുകളിലാണ്. ഒരു കാര്യം ഓർക്കണം, ഇത് പണ്ട് നടന്നൊരു സംഭവത്തെക്കുറിച്ചല്ല പറയുന്നത്, അല്ല, ഇത് വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്. ഒരുപക്ഷേ നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ശരി, അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ആ പ്രവചനം എന്താണെന്ന് നോക്കും. പിന്നെ ചൊറിയുന്ന കാതുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നും പിന്നെ ശരിയായ മാതൃക ഏതാണെന്നും ചർച്ച ചെയ്യും. അവസാനം നമ്മളൊരു പ്രധാന ചോദ്യത്തിലെത്തും: നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നിൽ നമ്മുടെ ആഗ്രഹങ്ങളാണോ അതോ ദൈവഹിതമാണോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വാക്യം പണ്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടല്ല, ഇതൊരു പ്രവചനമാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ്. സത്യം കേൾക്കുന്നതിനേക്കാൾ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാലം വരുമെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ ഹൃദയത്തിലേക്ക് വരാം. ചൊറിയുന്ന കാതുകൾ. ഇത് ശരിക്കും ഒരു അസുഖമല്ലാട്ടോ, ഇതൊരു തരം മനോഭാവമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് കയ്പുള്ള മരുന്ന് തരുന്നൊരു ഡോക്ടറെ ഇഷ്ടപ്പെടുമോ, അതോ കുഴപ്പമില്ല വെറുതെ റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്ന ഡോക്ടറെ ഇഷ്ടപ്പെടുമോ? അതുപോലെ തന്നെയാണ് ആത്മീയ കാര്യങ്ങളിലും. നമ്മളെ വെല്ലുവിളിക്കുന്ന സത്യങ്ങൾ കേൾക്കുന്നതിനു പകരം നമ്മളെ സുഖിപ്പിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ശരിവെക്കുന്ന സന്ദേശങ്ങൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹമില്ലേ, അതിനെയാണ് ഈ ചൊറിയുന്ന കാതുകൾ എന്ന് പറയുന്നത്. ഈ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു വശത്ത് സത്യമായ ഉപദേശമുണ്ട്, അത് ചിലപ്പോൾ കയ്പുള്ള മരുന്ന് പോലെയാ, നമുക്കത് വേണം. പക്ഷെ മറുവശത്ത് ഇമ്പമുള്ള ഉപദേശമുണ്ട്, കേൾക്കാൻ നല്ല മധുരമുള്ളത്. ഈ പ്രവചനം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആളുകൾ ഈ കയ്പുള്ള മരുന്ന് വേണ്ടെന്ന് വെച്ച് ആ മധുരമുള്ളതിന് പിന്നാലെ പോകുന്നൊരു കാലം വരുമെന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ചൊറിയുന്ന കാതുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്: സത്യം എന്താണെന്ന് അറിയുന്നതിനേക്കാൾ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് ശരി എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേൾക്കാനുള്ളൊരാഗ്രഹം. ഇതിന് ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കുന്ന ആളുകളെ തന്നെ തെരഞ്ഞുപിടിച്ച് കൂടെ നിർത്തുന്നു. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ ചൊറിയുന്ന കാതുകളെ സന്തോഷിപ്പിക്കാൻ വരുന്ന, എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ ഒഴിവാക്കേണ്ട 7 തരം ആളുകളെക്കുറിച്ച് ഈ സന്ദേശം വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഈ 7 കൂട്ടരെന്ന്. ഓക്കെ, ആദ്യത്തെ 3 മുന്നറിയിപ്പുകൾ ഇവയാണ്. 1. ദൈവവചനത്തെ അടിസ്ഥാനമാക്കാതെ സ്വന്തം ചിന്തകളും അഭിപ്രായങ്ങളും പ്രസംഗിക്കുന്നവർ. 2. ആൾക്കാർക്ക് ഇഷ്ടമാണെന്നൊറ്റ കാരണം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഇനി മൂന്നാമത്തേത്, ദൈവം നിയമിച്ചൊരു നേതാവില്ലാത്തപ്പോൾ ക്ഷമയില്ലാതെ ജനങ്ങൾ തന്നെ അവർക്കിഷ്ടമുള്ളൊരാളെ നേതാവാക്കുന്നത്. ഓർക്കുന്നുണ്ടോ, മോശ പർവ്വതത്തിൽ പോയപ്പോൾ താഴെ ഇസ്രയേൽ ജനം ഒരു സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത്? അതുപോലൊരവസ്ഥയാണിത്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആഹാബ് രാജാവിൻ്റെ കഥ. രാജാവിനൊരു യുദ്ധത്തിന് പോകണം. ജയിക്കുമോ തോൽക്കുമോ എന്നറിയാൻ അദ്ദേഹം 400 പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, 400 പേർ. എല്ലാവരും ഒരേ സ്വരത്തിൽ രാജാവിന് കേൾക്കാൻ ഇഷ്ടമുള്ളത് തന്നെ പറഞ്ഞു: അങ്ങ് എന്തായാലും വിജയിക്കും. കേൾക്കാൻ എന്ത് രസമായിരുന്നല്ലേ? പക്ഷേ ആ വാക്ക് കേട്ടതുകൊണ്ട് സംഭവിച്ചത് വലിയ നാശമായിരുന്നു. പക്ഷേ ആ 400 പേരുടെ ഇടയിൽ ഒരാൾ മാത്രം, മീഖായാവ് എന്ന പ്രവാചകൻ. അദ്ദേഹം രാജാവിനെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആ കയ്പുള്ള സത്യമങ്ങ് തുറന്നു പറഞ്ഞു. അതിന്റെ ഫലമെന്തായി? അദ്ദേഹം വെറുക്കപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമിതാണ്: സത്യം പറയുന്ന ശബ്ദം പലപ്പോഴും ഒറ്റപ്പെട്ടതും അധികമാർക്കും ഇഷ്ടമില്ലാത്തതുമായിരിക്കും. ഇനി നമുക്ക് അടുത്ത 4 മുന്നറിയിപ്പുകളിലേക്ക് കടക്കാം. മറ്റുള്ള സഭകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളെ അനുകരിച്ച് ക്ഷണിക്കുന്നത് സൂക്ഷിക്കണം. അതുപോലെ അവരുടെ ശുശ്രൂഷ കൊണ്ട് ആത്മീയമായി ഒരു ഫലവും കാണുന്നില്ലെങ്കിൽ അവരെയും ശ്രദ്ധിക്കണം. പിന്നെ പണത്തോട് ആർത്തിയുള്ളവർ, അവരെയും തിരിച്ചറിയണം. അവസാനമായി, ഭയങ്കര ആത്മീയരാണെന്ന് ഭാവിക്കുകയും എന്നാൽ ദൈവവചനത്തിലെ അടിസ്ഥാന കാര്യങ്ങളെപ്പോലും തള്ളിക്കളയുകയും ചെയ്യുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പണത്തിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വളരെ ശക്തമാണ്. ബൈബിളില് ബിലെയാം എന്നൊരു പ്രവാചകനുണ്ട്. പണത്തിനുവേണ്ടി ദൈവജനത്തെ വഴിതെറ്റിക്കാൻ നോക്കിയ ആൾ. അതുപോലുള്ളവരുടെ വഴിയാണ് ഇക്കൂട്ടരും പിന്തുടരുന്നത് എന്നാണിവിടെ പറയുന്നത്. അതായത് അവരുടെ ലക്ഷ്യം ആത്മീയമല്ല, മറിച്ച് ഭൗതികം മാത്രമാണ്. ശരി, ഇത്രയും നേരം നമ്മൾ ആരെയാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ പിന്നെ എന്താണ് ശരിയായ വഴി? ഈ പ്രഭാഷണം അവിടെ നിർത്തുന്നില്ല. പ്രശ്നങ്ങൾ പറയുന്നതിനോടൊപ്പം
എങ്ങനെ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്താമെന്നതിന്റെ ഒരു നല്ല മാതൃകയും ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ദൈവികമായ മാതൃകയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് കൊർണേലിയോസ് എന്ന ഒരാളെപ്പോലെ ദൈവവചനം കേൾക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ. രണ്ടാമത്തത് ദൈവം തന്നെ പത്രോസിനെപ്പോലെ ഒരു ദൈവദാസനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് അയക്കുന്നു. മൂന്നാമതായി അവിടെ വരുന്ന ആളിന്റെ ലക്ഷ്യം വെറുമൊരു പ്രസംഗം നടത്തി കയ്യടി വാങ്ങി പോവുക എന്നതല്ല, മറിച്ച് കേൾക്കുന്നവരെ ആത്മീയമായി ബലപ്പെടുത്തുക എന്നതാണ്. ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. കൊർണേലിയോസിന്റെ ആ മനോഭാവം ശ്രദ്ധിച്ചോ? അതാണ് ഒരു സഭയ്ക്ക് വേണ്ട ശരിയായ നിലപാട്. ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് പറയണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് ദൈവം അങ്ങയോടെന്താണോ പറയാൻ കൽപ്പിച്ചത് അത് മുഴുവൻ കേൾക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ് എന്നാണ്. എന്തൊരു സമർപ്പണമാണത് അല്ലേ? അതുപോലെ തന്നെ ഒരു യഥാർത്ഥ ദൈവദാസന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് പൗലോസിന്റെ ഈ വാക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നു. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാനോ അവരുടെ കയ്യടി വാങ്ങാനോ അല്ല അദ്ദേഹം വരുന്നത്. പകരം അവർക്ക് ആത്മീയമായി എന്തെങ്കിലും കൊടുക്കാനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനുമാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെ ശക്തി എന്താണ്? നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളാണോ അതോ ദൈവത്തിന്റെ ഇഷ്ടമാണോ? ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് ഇതാ. മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അധ്യാപകരെ ഒരുമിച്ചു കൂട്ടുന്ന ഒന്നായി നമ്മൾ മാറണോ, അതോ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നിയമിക്കപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണോ? ഇതിലേതാണ് നമ്മുടെ വഴി? അവസാനം ഈ വിശകലനം നമ്മളെ ഓരോരുത്തരെയും ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ നിർത്തുകയാണ്. സഭ എന്ന് പറയുന്നത് ലോകത്തിലെ ആളുകളുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാകാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഹിതം പ്രതിഫലിക്കുന്ന ഒന്നായി മാറാനാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം.